ഇന്ന് ജനാരിന്ന് കോട്ടയം DCC യോഗം മാറ്റിവെച്ചു. വിവരങ്ങളുമായി തൊടുപുഴയിൽ നിന്ന് G. ശ്രീജിത്തും കോട്ടയത്ത് നിന്ന് ശ്യാം ജയവരാജും തിരുവനന്തപുരത്ത് നിന്ന് കിരൺ ബാബുവും ചേരുന്നുണ്ട്. ആദ്യം ശ്രീജിത്തിലേക്ക്. ശ്രീജിത്ത്, ഇപ്പോൾ ബെന്നി ബെഹനാൻ അല്പം മുമ്പ് പറഞ്ഞത് ആത്മബന്ധമാണ് UDF-ലെ മുന്നണികൾ തമ്മിലുള്ളതെന്ന്. കേരള കോൺഗ്രസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇന്നലത്തെ സംഭവങ്ങൾക്ക് ശേഷം അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ആത്മബന്ധം ഇപ്പോൾ ബാക്കിയാണ് മാണിയും ജോസഫും തമ്മിൽ എന്ന് തോന്നുന്നില്ല. പ്രതികരണങ്ങൾ കണ്ടിട്ട് കാര്യങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? ഇന്നലെയുള്ള തുടർ ചർച്ചകൾ ഏത് രീതിയിലാണ്? ഗോപി സൂചിപ്പിച്ച പോലെ തന്നെ മാണിയും ജോസഫും തമ്മിൽ ആത്മബന്ധമില്ല. പക്ഷേ ജോസഫും UDF നേതാക്കളും തമ്മിൽ ആത്മബന്ധമുണ്ട്. ആ ആത്മബന്ധത്തിൽ പ്രതീക്ഷ അർപ്പിച്ച് കാത്തിരിക്കുകയാണ് PJ ജോസഫ്. എന്തായാലും ഏതാണ്ടൊരു നിലപാടിലേക്ക് PJ ജോസഫ് എത്തിക്കഴിഞ്ഞു. അത് പിളർപ്പിലേക്കുള്ള സൂചനകൾ തന്നെയാണ് ജോസഫ് നൽകുന്നത്. പക്ഷേ UDF നേതാക്കളുടെ അഭിപ്രായം കൂടി പരിഗണിച്ച ശേഷമായിരിക്കും പിളർന്ന് വേറൊരു പാർട്ടിയായി UDF-ൽ തന്നെ തുടരണോ അതോ മാണിക്കൊപ്പം തന്നെ നിന്നുകൊണ്ട് തന്നെ അപമാനിച്ച മാണിയെ ഒരു പാഠം പഠിപ്പിക്കാൻ ആ പാർട്ടിയിൽ തന്നെ നിന്നുകൊണ്ട് പോരാടണോ എന്ന് ജോസഫ് തീരുമാനിക്കുക. എന്തായാലും ഇന്നലെ രാത്രി വൈകിയും ഈ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ് ജോസഫിന്റെ പ്രതികരണം കഴിഞ്ഞ ശേഷം പിന്നെയും രാത്രിയും PJ ജോസഫിനൊപ്പമുള്ളവരും ജോസഫും ഒക്കെ തന്നെ കൂടിയാലോചനകൾ നടത്തിയിരുന്നു. ഈ കൂടിയാലോചനകളുടെ കൂടി ഭാഗമാണ് പല സ്ഥലത്തു നിന്നും ഉയർന്നു വരുന്ന രാജികൾ എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് അത് സൂചിപ്പിക്കുന്നത് തന്നെ ജോസഫിന്റെ കൂടി അനുമതിയോടുകൂടി തന്നെയായിരിക്കും ഇത്തരത്തിലൊരു രാജിയിലേക്ക് കാര്യങ്ങൾ പോകുക. അങ്ങനെ രാജി വെച്ച ശേഷം കൃത്യമായ ഒരു സൂചന UDF നേതൃത്വത്തിന് കൂടി നൽകുക കൂടി ചെയ്യുകയാണ്, KM മാണിക്ക് നൽകുക കൂടി ചെയ്യുകയാണ് PJ ജോസഫ്. എന്തായാലും അനുനയ നീക്കങ്ങളിൽ ഇനി UDF തൽക്കാലം ഈ ഒരു സമയത്തൊരു പിളർപ്പിനെ അംഗീകരിക്കാൻ അല്ലെങ്കിൽ പിളർപ്പിലേക്ക് പോകാൻ ഉള്ള അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ഒരു സാധ്യതയും കാണുന്നില്ല. പക്ഷേ അപമാനിതനായി എത്ര നാൾ ഈ പാർട്ടിയിൽ തുടരാനാകുമെന്ന് ജോസഫ് സ്വാഭാവികമായും ആലോചിക്കേണ്ടി വരും. അങ്ങനെ ഒരു ചിന്തയുടെ ഭാഗം കൂടിയായിരിക്കും ഒരുപക്ഷെ പിളർപ്പ് എന്നത് മുന്നിൽ വരാനുള്ള സാധ്യത നിലനിൽക്കുന്നത്. എന്തായാലും UDF നേതൃത്വത്തിന്റെ കയ്യിലാണ് ഇപ്പോൾ പന്ത് എന്ന് തന്നെ പറയേണ്ടി വരും. ജോസഫ് എന്താണ് തീരുമാനിക്കുന്നത്, അതിനെ എങ്ങനെ അനുനയിപ്പിക്കാൻ UDF-ന് കഴിയും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. ഗോപി, ശ്രീജിത്തിലേക്ക് വരാം. ഇപ്പോൾ ശ്രീലാൽ കൂടി ചേരുന്നു. ശ്രീലാൽ, രാഷ്ട്രീയത്തിൽ നമുക്കറിയാവുന്നതുപോലെ തന്നെ ജോസഫ് ഒരു ചുവട് മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് കൃത്യമായ ഒരു ലക്ഷ്യം കാണുകയും അല്ലെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കും. അദ്ദേഹം ആദ്യമായി MP ആയി മത്സരിക്കണമെന്ന് പറയുമ്പോൾ തന്നെ അത് ഏതറ്റം വരെയും പോവും എന്നും മനസ്സിലാക്കുന്നു അദ്ദേഹത്തിൻ്റെ മുൻകാല രാഷ്ട്രീയ ചരിത്രം വെച്ചിട്ട്. ഇപ്പോൾ ഉള്ള രാജികൾ ശ്രീത്ത് പറഞ്ഞ പോലെ ഇന്നലെ രാത്രി തുടർ യോഗങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം കേരള കോൺഗ്രസിൽ നിന്നും പലരും രാജിവെക്കുന്നു. സ്വാഭാവികമായും എന്തൊക്കെ ഓപ്ഷനുകളാണ് PJ ജോസഫിന് മുന്നിൽ ഇപ്പോൾ ഉള്ളത്? ശ്രീലാൽ. ഗോപി, PJ ജോസഫിന് സീറ്റ് വേണം. അത് തന്നെയാണ് PJ ജോസഫിന്റെ ആഗ്രഹം. UDF-ൽ തന്നെ നിൽക്കണം. ഈ രണ്ടാഗ്രഹവും PJ ജോസഫിനുണ്ട്. അതുകൊണ്ടാണ് PJ ജോസഫ് ചില സൂചനകളിലേക്ക് തന്നെ ആദ്യം നീങ്ങിയത്. തിടുക്കത്തിൽ സ്വന്തം കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാതെ നേതാക്കളെ കൊണ്ട് രാജിവെപ്പിക്കുന്നു, ഭാരവാഹിത്വങ്ങൾ രാജിവെപ്പിക്കുന്ന നടപടിയിലേക്ക് പോയത്. അല്ലായിരുന്നുവെങ്കിൽ PJ ജോസഫിന്റെ സാധാരണ നിലപാടും രീതിയും അനുസരിച്ചായിരുന്നുവെങ്കിൽ ഇന്നലെ രാത്രി തന്നെ PJ ജോസഫ് തീരുമാനം പ്രഖ്യാപിക്കേണ്ടതായിരുന്നു. പക്ഷേ PJ ജോസഫ് ഇപ്പോഴും PJ ജോസഫിന്റെ പ്രത്യാശയുണ്ട്. ഈ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന്. ആ പ്രത്യാശ PJ ജോസഫിന് നൽകുന്നത് കോൺഗ്രസും UDF-ലെ മറ്റ് ഘടകകക്ഷികളും തന്നെയാണ്. UDF-ലെ ഒരു ഘടകകക്ഷിയും, അത് കോൺഗ്രസ് ആയിക്കോട്ടെ, ലീഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചെറിയ ഘടകകക്ഷികളായിക്കോട്ടെ, ആരും തന്നെ KM മാണിയുടെ നിലപാടിനെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. KM മാണിയുടെ നിലപാട്, ഇപ്പോൾ KM മാണിക്ക് മത്സരിക്കാനാണ് ഈ സീറ്റ് എടുത്തിരുന്നതെങ്കിൽ അത് അംഗീകരിക്കാം എന്നുള്ളതാണ് ഈ നിലപാട്. KM മാണിക്കുള്ള ആരോഗ്യസ്ഥിതി മോശം, മത്സരിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല. അങ്ങനെയുള്ളപ്പോൾ പിന്നീട് UDF-ൽ നിന്നും കേരള കോൺഗ്രസിൽ നിന്നും മത്സരിക്കാൻ ഏറ്റവും യോഗ്യൻ PJ ജോസഫ് തന്നെയാണ് എന്നാണ് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും നിലപാട്. അതുകൊണ്ട് തന്നെ KM മാണി ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ജോസഫിനോടുള്ള അനീതിയാണ് എന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും നിലപാട്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ KM മാണിയുമായി ഒരു വട്ടം കൂടി സംസാരിക്കാനാണ് തീരുമാനം. എന്തായാലും ഈ ചർച്ചകൾക്കായി KM മാണിയെ വീട്ടിൽ പോയി കാണേണ്ടതില്ല എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ തീരുമാനം. പകരം ടെലിഫോണിലും മറ്റും KM മാണിയുമായി ബന്ധപ്പെടും. എന്തായാലും ഇന്നിപ്പോൾ UDF കൺവീനർ ബെന്നി ബെഹനാൻ കൊച്ചിയിലെത്തിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്തെത്തും ഡൽഹിയിൽ നിന്ന്. പക്ഷേ നാളെ മാത്രമേ ഉമ്മൻചാണ്ടിയും KPC പ്രസിഡന്റും എത്തുകയുള്ളൂ. അതിനുശേഷം ഒരു വട്ടം കൂടി കോൺഗ്രസ് നേതൃത്വം ഇരുന്ന് ആലോചിച്ച ശേഷമാകും KM മാണിയുമായി കൂടിക്കാഴ്ച നടത്തുക. എന്തായാലും PJ ജോസഫിനെ അങ്ങനെ അങ്ങ് അപമാനിതനായി ഇറക്കിവിടാൻ സാധിക്കില്ല, അനുവദിക്കില്ല എന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും നിലപാട്. അതിനുള്ള കാരണങ്ങളിൽ ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തോമസ് ചാഴിക്കാടനേക്കാൾ എന്തുകൊണ്ടും യോഗ്യനായ സ്ഥാനാർത്ഥി, UDF-ൽ നിന്നും കേരള കോൺഗ്രസിൽ നിന്നും സ്ഥാനാർത്ഥിയാകാൻ യോഗ്യൻ, അത് PJ ജോസഫ് തന്നെയാണ് എന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ നിലപാട്. അതിനോടൊപ്പം തന്നെ മുൻപ് KM മാണി UDF-ൽ നിന്നും ഇറങ്ങിപ്പോകാൻ തീരുമാനിച്ചപ്പോൾ, അതിനുള്ള നടപടികൾ സ്വീകരിച്ചപ്പോൾ അന്ന് UDF-നൊപ്പം കേരള കോൺഗ്രസിനെ നിലനിർത്തിയത് ജോസഫാണ്. ജോസഫിൻ്റെ ഉറച്ച നിലപാടുകളാണ് അന്ന് UDF-ൽ കേരള കോൺഗ്രസ് നിലനിർത്തിയത്. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസിനെ ഇല്ലെങ്കിൽ PJ ജോസഫിനെ അങ്ങനെ കൈവിടാൻ താല്പര്യമില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് കോൺഗ്രസ് നേതൃത്വം. ഈ ഒരു സാഹചര്യത്തിൽ
എങ്ങനെ കെ എം മാണിയെ അനുനയിപ്പിക്കാനാകും എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും മുന്നിലുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി. കെ എം മാണി ചില തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് ചില ലക്ഷ്യങ്ങളോട് തന്നെയാണ്. അതിലേറ്റവും പ്രധാനം പി ജെ ജോസഫിനെ ഒരു കാരണവശാലും ലോക്സഭയിലേക്കോ അല്ലെങ്കിൽ ഡൽഹിയിലേക്കോ അയക്കില്ല എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ പി ജെ ജോസഫ് ഇനിയും പാർട്ടിയിൽ നിന്നാൽ കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണിയുടെ അടുത്ത തലത്തിലേക്കുള്ള വളർച്ച, അതായത് ചെയർമാൻ സ്ഥാനത്തേക്കുള്ള വളർച്ച, അതിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. ഈ വിഷയങ്ങൾ കൊണ്ട് തന്നെയാണ് കെ എം മാണി ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അല്ല ഇനി ആരിടപെട്ടാലും കെ എം മാണി ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നുമില്ല. ഇവിടെയാണ് യു ഡി എഫിലെ പ്രതിസന്ധി. ഇനി എങ്ങനെ ഈ കെ എം മാണിയെ അനുനയിപ്പിക്കാം, അല്ലെങ്കിൽ പി ജെ ജോസഫിനെ അനുനയിപ്പിക്കാം എന്നുള്ളതാണ്. എന്തായാലും ചർച്ചകൾ നടക്കുകയാണ്. കോൺഗ്രസ് സജീവമായി തന്നെ ഇതിൽ ഇടപെടുന്നു, മുസ്ലിം ലീഗും ഇടപെടുന്നു. പക്ഷേ ഈ ഇടപെടലുകൾ എത്ര കണ്ട് ഗുണം ചെയ്യുമെന്നുള്ളത് വരുന്ന മണിക്കൂറുകളിൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. തിരിച്ചുവരാം ശ്രീലാൽ. ഇപ്പോൾ ശ്യാം കൂടി ചേരുന്നു കോട്ടയത്ത് നിന്ന്. കാരണം കോട്ടയം ചേരാനെന്ന കോട്ടയം DCC യോഗം മാറ്റിവെച്ചിട്ടുണ്ട്. മാത്രമല്ല ശ്രീലാൽ സൂചിപ്പിച്ച പോലെ തന്നെ ബെന്നി ബെഹനാൻ കൊച്ചിയിലെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഇടപെടൽ ഇനി എങ്ങനെ ഉണ്ടാകുന്ന വരും മണിക്കൂറുകൾ നോക്കുകയും വേണം. ഏതായാലും ശ്യാമിലേക്ക് വന്നാൽ, ശ്യാം, എന്താണ് കോട്ടയത്തെ സാഹചര്യം? കോട്ടയത്തെ കോൺഗ്രസ് DCC യോഗം മാറ്റിവെച്ചു, അതിന്റെ അടിസ്ഥാനം എന്താണ്? മാത്രമല്ല കോട്ടയത്തെ കോൺഗ്രസുകാരുടെ ഒരു വികാരം എന്താണ് ഈ ഒരു മാണിയുടെ പ്രഖ്യാപനത്തിന് ശേഷം? നേരത്തെ ശ്രീലാൽ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിനുള്ളിൽ ഒരു വികാരം പി ജെ ജോസഫ് സ്ഥാനാർത്ഥിയാകും എന്നതായിരുന്നു. അത്തരമൊരു അനുകൂലമായൊരു പ്രതികരണമായിരുന്നു ആദ്യഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നിന്നുണ്ടായത്. പക്ഷേ അപ്രതീക്ഷിതമായി തോമസ് ചാഴിക്കാടൻ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ കോൺഗ്രസിലും അത് ചെറിയൊരു എതിർപ്പ് ഉയർത്തിയിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇന്ന് DCC നേതൃയോഗം കോട്ടയത്ത് ചേരാനിരുന്നു. ഈ നേതൃയോഗം ഇന്ന് മാറ്റിവെക്കുകയും ചെയ്തു. ഇനി UDF യോഗം ചേർന്നതിന് ശേഷം, ജില്ലാ UDF ചേർന്നതിന് ശേഷം മാത്രം DCC നേതൃയോഗം ചേർന്നാൽ മതി എന്നാണ് കോൺഗ്രസിൻ്റെ നിലപാട്. ഇന്ന് DCC യോഗം ചേർന്നുവെങ്കിൽ ഇന്നലെയുള്ള കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപന തീരുമാനവും ജോസഫിൻ്റെ നിലപാടുമെല്ലാം അതിൻ്റെ അനുരണങ്ങൾ ബാക്കി പത്രം കോൺഗ്രസിലും ഉണ്ടാകുമെന്ന് DCC നേതൃത്വം ആശങ്കപ്പെടുന്നു. അതിൻ്റെ കൂടി ഭാഗമായാണ് ഇന്ന് അത്തരമൊരു കാര്യങ്ങൾ കോൺഗ്രസിലുണ്ടായാൽ അതൊരു പക്ഷേ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകുന്നതിനെ തന്നെ ബാധിക്കും. അത്തരമൊരു കാര്യങ്ങളിലേക്കൊന്നും പോകാൻ കോൺഗ്രസിന് താല്പര്യമില്ല. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് DCC നേതൃയോഗം ഇന്ന് ചേരാനിരുന്ന നേതൃയോഗം മാറ്റുകയും ചെയ്തത്. മറ്റൊരു ദിവസം ചേരുകയും ചെയ്യും. ഇനി UDF ചേർന്നതിന് ശേഷം മാത്രം നേതൃയോഗം ചേർന്നാൽ മതി എന്നാണ്, DCC യോഗം ചേർന്നാൽ മതി എന്നാണ് കോൺഗ്രസ് ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാട്. വീണ്ടും ശ്രീത്തിലേക്ക് വന്ന ഞാൻ ശ്രീലാൽ സൂചിപ്പിച്ച പോലെ തന്നെ പി ജെ ജോസഫിനെ ഡൽഹിയിലേക്ക് അയക്കാൻ മാണി ഒരുക്കമല്ല. അത് പാർട്ടിയുടെ അധികാരദണ്ഡ് ചെങ്കോല് മകനെ ഏൽപ്പിക്കുന്നതിൽ ഒരു വലിയ തടസ്സമായി മാറും ഭാവിയിൽ. കണക്കുകൂട്ടുകൾ വ്യക്തിപരമാണ് തീർച്ചയായും. പക്ഷേ പി ജെ ജോസഫിന് ഇത് മത്സരിച്ചേ പറ്റൂ. സ്വാഭാവികമായും ശാക്തിക ബലാബലങ്ങൾ അതെങ്ങനെയാണ്? മാത്രവുമല്ല പി ജെ ജോസഫിന്റെ കൂടെയാണ് ഇപ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആശയത്തോടു കൂടിയാണ്, ആഗ്രഹത്തോടു കൂടിയാണ് കോൺഗ്രസും ഉള്ളത്, ലീഗും ഉള്ളത്. എത്രമാത്രം ശക്തനാണ് ഈ ഘട്ടത്തിൽ ജോസഫ്? ജോസഫ് കോൺഗ്രസിന്റെ പിന്തുണ ഉണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ ഇതിലൊക്കെയും പ്രതിസന്ധി ഇത് കേരള കോൺഗ്രസിന് എമ്മിന് നൽകിയ സീറ്റാണ്. കേരള കോൺഗ്രസ് എമ്മിന്റെ ജോസ് കെ മാണിക്കൊപ്പം നിൽക്കുന്ന നേതാക്കൾ എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത് കോൺഗ്രസിന് ഇതിലെന്ത് കാര്യം എന്ന ചോദ്യമാണ്. അവർ പരസ്യമായി ചോദിക്കുന്നില്ലെങ്കിലും ഒരുപക്ഷെ ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ അങ്ങനെ ചോദിക്കാനുള്ള സാധ്യത ഉണ്ടാകാം. പക്ഷേ ഇപ്പോൾ ചോദിക്കുന്നത് ഞങ്ങൾക്ക് കിട്ടിയ സീറ്റിൽ ഞങ്ങളുടെ പാർട്ടി ചെയർമാനെ ഞങ്ങൾ ചുമതലപ്പെടുത്തി, സ്റ്റിയറിംഗ് കമ്മിറ്റി ചുമതലപ്പെടുത്തി, അതിൽ ഞങ്ങൾ തീരുമാനമെടുക്കുമെന്ന നിലപാടാണ്. മാത്രമല്ല പ്രവർത്തകരുടെ വികാരം, ഈ മണ്ഡലം കമ്മിറ്റികളുടെ വികാരമൊക്കെ ഇതാണ് എന്നാണ് പരസ്യമായി അവർ പുറത്ത് കാണിക്കാൻ ശ്രമിക്കുന്ന ഒരു നടപടി അതാണ്. അതുകൊണ്ട് തന്നെ ജോസഫിന് വഴങ്ങാൻ കെ എം മാണി തയ്യാറാകില്ല. അതിന് പിന്നിൽ നേരത്തെ ശ്രീലാൽ സൂചിപ്പിച്ച പോലെ തന്നെയുള്ള സ്വാർത്ഥ ലക്ഷ്യങ്ങൾ വളരെ കൃത്യമായുണ്ട്. അത്തരത്തിലുള്ള ലക്ഷ്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഏറ്റവും മുതിർന്ന നേതാവായിട്ട് കൂടി പി ജെ ജോസഫിനെ അപമാനിച്ച് തന്നെ ഫലത്തിൽ ഇത്രയധികം പി ജെ ജോസഫ് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയ നടപടിക്രമത്തിലേക്ക് പോലും കേരള കോൺഗ്രസ് എം പോകുന്നത്. കെ എം മാണി സൂചിപ്പിക്കുന്ന അനുസരിച്ച് വളരെ മാണി വീട്ടിലുണ്ടെന്നറിഞ്ഞ് ഓരോ മണ്ഡലം കമ്മിറ്റിക്കാരും ഇത് തങ്ങളുടെ വികാരം പ്രകടിപ്പിക്കാൻ അറിയാതെ, അതായത് ഒരു മീറ്റിംഗ് പോലും വിളിക്കാതെ എത്തിയെന്നാണ് മാണി പറയുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് വളരെ കൃത്യമായൊരു രാഷ്ട്രീയ നീക്കത്തിലൂടെ തന്നെയാണ് അവരൊക്കെ അവിടെ എത്തുകയും അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുകയും പി ജെ ജോസഫിനെതിരെ പി ജെ ജോസഫിനെ അരിഞ്ഞു വീഴ്ത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ ഒരുപക്ഷെ മാണി ഇക്കാര്യത്തിൽ വകവെക്കാൻ ഒരു താല്പര്യവുമില്ല. അത് ജോസ് കെ മാണിക്ക് ഭാവിയിൽ വരുന്ന സ്ഥാനമാനങ്ങൾ, ഒപ്പം തന്നെ
മറ്റു ചില നിലപാടുകൾ ഈ പാർട്ടി അധ്യക്ഷ സ്ഥാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്നെയാണ്. അത് ജോസഫ് നിന്നാൽ അത് കൂടുതൽ പ്രതിസന്ധിയാകും എന്ന് തന്നെ മാണി വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ UDF പ്രതിസന്ധിയിലാണ്. പക്ഷേ UDFന് ഇനിയുള്ള ഏക പോംവഴി തൽക്കാലത്തെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും ഈ പ്രതിസന്ധി ഒഴിവാക്കി നിൽക്കുക എന്നത് തന്നെയായിരിക്കും. അതിന് അവർക്ക് ഏറ്റവും എളുപ്പം ചില ഉറപ്പുകളെങ്കിലും കൊടുത്തുകൊണ്ട് PJ ജോസഫിനെ അനുനയിപ്പിച്ച് തൽക്കാലം ഒരു പൊട്ടിത്തെറിയിലേക്ക് പോകാതെ, ഒരുപക്ഷെ മാണിയുമായി സഹകരിക്കില്ല എന്ന നിലപാട് പോലും എടുത്താൽ അതിനെ ഉൾപ്പെടെ പിന്തുണച്ചുകൊണ്ട് ഒരു പിളർപ്പ് എന്നത് ഒരുപക്ഷെ ഒഴിവാക്കാനുള്ള ശ്രമം മാത്രമായിരിക്കും UDF നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. കാരണം ഓരോ സീറ്റുകളും വളരെ നിർണായകമാണ്. രാജിവെച്ച കേരള കോൺഗ്രസ് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ് റോജിസ്. എന്തിനാണ് താങ്കൾ രാജിവെച്ചത്? ഞാൻ രാജിവെച്ചതെന്ന് വെച്ചാൽ കേരള കോൺഗ്രസ് പാർട്ടി പാർലമെന്ററി പാർട്ടി യോഗത്തിനകത്ത് PJ ജോസഫിനെ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി തീരുമാനിച്ചു. സാധാരണ കേരള കോൺഗ്രസിന്റെ തീരുമാനങ്ങളെല്ലാം എടുക്കുന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിനകത്താണ്. UDF വിടാൻ തീരുമാനിച്ചതും പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നിട്ടാണ്. UDFനകത്ത് തിരിച്ചു വരാൻ തീരുമാനിച്ചതും പാർലമെന്ററി പാർട്ടി യോഗത്തിനകത്താണ്. ജോസ് കെ മാണിനെ രാജ്യസഭ വിടാൻ വേണ്ടി തീരുമാനിച്ചതും പാർലമെന്ററി പാർട്ടി യോഗമാണ്. അപ്പം അങ്ങനെ ഇരിക്കെ കഴിഞ്ഞ ദിവസത്തെ പാർലമെന്ററി പാർട്ടി യോഗത്തിനകത്ത് PJ ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചത് 2 ദിവസം കഴിഞ്ഞ് അത് അട്ടിമറിച്ചു. അത് ജനാധിപത്യ രീതിയിൽ എനിക്കത് അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ രാജിവെച്ചത്. അത് മാത്രമല്ല, അവിടുത്തെ CPMന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള വാസവനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ദുർബല സ്ഥാനാർത്ഥി ഇട്ടിരിക്കുന്നത്. അതിനു പുറമെ പാലായിലെ ഒരു ബൈ ഇലക്ഷന്റെ സാധ്യതയും കണ്ട് അവിടെ നിഷാദ് ജോസ് കെ മാണി ആയിരിക്കും സ്ഥാനാർത്ഥി. അപ്പം അവർക്ക് ജയിക്കാൻ തക്ക നിലയിലുള്ള ഒരു സ്ഥാനാർത്ഥിത്വം വരാനുള്ള രഹസ്യധാരണയും അതിന് നടന്നിട്ടുണ്ട്. അപ്പൊ ഇത്തരം ഒരു നിലപാട് എനിക്ക് അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ കേരള കോൺഗ്രസ് എമ്മിനെ ഒന്ന് രാജിവെച്ചിട്ടുള്ളത്. കേട്ട് കേൾവിയില്ലാത്ത വിധം ജോസഫിനെ വെട്ടി വീഴ്ത്തി എന്നാണ് പ്രതികരിച്ചിട്ടുള്ളത് പലരും. എന്തൊക്കെയാണ് ജനാധിപത്യ രീതിയിൽ നടക്കാൻ പാടില്ലാത്തത് അതിൽ നടന്നത്? റോജിസ്, കേൾക്കാമോ? എന്നോടാണോ? അതെ. അല്ല, അതിനകത്ത് എന്താണെന്ന് വെച്ചാല് മാണിസാറും മകന്റെ ഭാര്യയും അവർ 3 പേര് കൂടി എടുത്ത തീരുമാനങ്ങളാണ്. അവരെടുക്കുന്ന തീരുമാനങ്ങൾ മാത്രമേ അതിന്റെ നടക്കുകയുള്ളൂ. അത് മാത്രമല്ല, PJ ജോസഫിനെ പോലുള്ള ഒരാള് കോട്ടയം പാർലമെന്റിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ സാധ്യതയില്ല എന്ന് ജോസ് കെ മാണി മനസ്സിലാക്കും. UPA ഗവൺമെന്റ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മന്ത്രിസ്ഥാനത്തിന്റെ കാര്യത്തിനകത്തും ജോസ് കെ മാണിക്ക് പേടിയുണ്ട്. പാർട്ടി PJ ജോസഫ് കൈക്കലാക്കും എന്നുള്ള ഒരു ധാരണയും അതിനകത്തുണ്ടായിരുന്നു. ആ പേടിയിൽ നിന്നാണ് ഇത് രൂപപ്പെട്ടിട്ടുള്ളത്. പക്ഷേ PJ ജോസഫ് കൃത്യമായ ഒരു നിലപാടെടുത്തിട്ടുണ്ട്. അദ്ദേഹം ആ നിലപാട് ആദ്യം തൊട്ട് ഉറച്ചു നിൽക്കുകയുമാണ്. എത്രമാത്രം മുന്നോട്ട് പോകാൻ കഴിയും? ഇപ്പോൾ കോൺഗ്രസിന്റെ വികാരം ജോസഫ് മത്സരിക്കണമെന്നാണെന്ന് മനസ്സിലാക്കുന്നു, ലീഗിന്റെ വികാരം മത്സരിക്കണമെന്നാണെന്ന് മനസ്സിലാക്കുന്നു. കാരണം ശക്തനായ സ്ഥാനാർത്ഥി വേണം, നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. എത്രമാത്രം PJ ജോസഫിന് മുന്നോട്ട് പോകാനാവും എന്ന് കരുതുന്നു താങ്കൾ? PJ ജോസഫിന് പിന്നെ മുന്നോട്ട് പോകാനുള്ള വഴികൾ ഒരുപാടുണ്ട്. അത് ഉച്ചയ്ക്ക് ശേഷം കോൺഗ്രസിന്റെ നേതാക്കന്മാരുമായി ആലോചിച്ച് PJ ജോസഫ് ഒരു തീരുമാനം എടുക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് മാണിയെ തിരുത്താനുള്ള തീരുമാനമായിരിക്കുമോ അതോ ജോസഫ് ഒറ്റയ്ക്കുള്ള ഒരു തീരുമാനമായിരിക്കുമോ? PJ ജോസഫിന്റെ ഒറ്റയ്ക്കുള്ള ഒരു തീരുമാനമായിട്ടാണ് വരാനുള്ളത്. അങ്ങനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ മാണി തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. മാണി തിരുത്താൻ സാധ്യതയില്ല. കാരണം മാണി സാറ് ദുർബലനാണ്. മാണി സാറ് ജോസ് കെ മാണിയും അതുപോലെ തന്നെ ജോസ് കെ മാണിന്റെ കൂടെയുള്ള കുറച്ച് പേരുടെ കടവറയിലാണ് മാണി സാറുള്ളത്. മാണി സാറിന് സ്വന്തമായി ഒരു അഭിപ്രായം പറയാനുള്ള ശേഷിയില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം PJ ജോസഫിന്റെ സ്വന്തമായ ഒരു തീരുമാനം പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കോൺഗ്രസുമായി ആലോചിച്ച് ഒരു സ്വന്തമായ ഒരു അഭിപ്രായം വരുമെന്നാണ് ഞങ്ങളെല്ലാം വിചാരിക്കുന്നത്. ഇപ്പോൾ 2 പേര് രാജിവെച്ചു, ഇനിയും രാജ്യം ഉണ്ടാവുമോ? ഒരുപാട് പേര് രാജിവെക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. രാജിവെക്കാനുള്ള സാധ്യതയുണ്ട്. നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ശ്രീലാൽ, ഇതാണ് അവസ്ഥ. ഉച്ചയ്ക്ക് ശേഷം നിർണായകമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് ഇപ്പോൾ രാജിവെച്ച കണ്ണൂർ ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കുന്നു. കാര്യങ്ങളുടെ പോക്ക് ശ്രീലാൽ മനസ്സിലാക്കുന്നതനുസരിച്ച്. റോജിൻ പറഞ്ഞത് വളരെ വ്യക്തമാണ് ഗോപി. അതായത് ഇനിയിപ്പോൾ PJ ജോസഫിന് മുന്നിലുള്ള പോംവഴികൾ വളരെ കുറവാണ്. കോൺഗ്രസും ലീഗും ഇടപെട്ട് ഈ വിഷയത്തിൽ എന്ത് ഒരു പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ എന്തായാലും ശരി, സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോയ സാഹചര്യത്തിൽ KM മാണി ഇനിയിപ്പോൾ ആ സ്ഥാനാർത്ഥിയെ പിൻവലിക്കാനുള്ള സാധ്യതകളൊന്നും തന്നെയില്ല. KM മാണിക്ക് വ്യക്തമായി അറിയാം PJ ജോസഫിനെ പിണക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ് പിണങ്ങും. കോൺഗ്രസ് പിണങ്ങിയാൽ ഈ പറയുന്ന സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടന് ഒരു കാരണവശാലും കോട്ടയത്ത് ജയിക്കാനാകില്ല. ഈ സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് KM മാണി ഇന്നലെ ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി
സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് ജയമല്ല, കോട്ടയത്ത് സീറ്റ് പിടിക്കുക എന്നുള്ളതല്ല കെ എം മാണിയുടെ മുന്നിലുള്ള ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആവശ്യം. പി ജെ ജോസഫിനെ ഒന്നുകിൽ അടക്കി നിർത്തുക, മകൻ ജോസ് കെ മാണിക്ക് താഴെ അടങ്ങി ഒതുങ്ങി പി ജെ ജോസഫിനെ നിൽക്കാമെന്ന് പി ജെ ജോസഫ് സമ്മതിക്കുക, പി ജെ ജോസഫിനെ അങ്ങനെ അടക്കി നിർത്തുക പാർട്ടിക്കുള്ളിൽ. ഇല്ലെങ്കിൽ പുകഞ്ഞ കൊള്ളി പുറത്തു എന്ന രീതിയിൽ പി ജെ ജോസഫിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി മകന് യാതൊരുവിധ എതിർപ്പുമില്ലാതെ ഏറ്റവും പ്രമുഖനായ മകനെ നിലനിർത്തുക. ഇതാണ് ഇപ്പോൾ കെ എം മാണിയുടെ മനസ്സിലുള്ളത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അല്ല, ഇനിയിപ്പോൾ ലീഗല്ല, ആരിടപെട്ടാലും ശരി കെ എം മാണി നിലവിലെ നിലവിലെ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള സാഹചര്യവുമില്ല. ഇവിടെ ഇനിയിപ്പോൾ കോൺഗ്രസ് വലിയ ഭീഷണികൾ കെ എം മാണിയുടെ മുന്നിൽ വയ്ക്കും, അല്ലെങ്കിൽ വലിയ തോതിലുള്ള വിലപേശൽ കെ എം മാണിയുടെ മുന്നിൽ നടത്തുമെങ്കിൽ പോയിന്റിലേക്ക് വരാം. ഒറ്റ മിനിറ്റ്. ഇപ്പൊ കിരൺ ബാബു കൂടി ചേർന്നു. അത് കിരൺ ഈ വിഷയമാണ് പറയാൻ പ്രതീക്ഷിക്കുന്നു. കിരൺ, ഇപ്പോൾ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത് മനസ്സിലായിട്ട് മാണിക്ക് വളരെ വ്യക്തിപരമായ അജണ്ടകളുണ്ട്. മകന്റെ മുകളിൽ മറ്റൊരാളും വരരുത് എന്ന അജണ്ട, അത് രാഷ്ട്രീയപരം എന്നുള്ളതിനപ്പുറം വ്യക്തിപരമാണ്. ഇപ്പോൾ ബെന്നി ബെഹനാൻ പറഞ്ഞനുസരിച്ചിട്ടാണെങ്കിൽ ഒരു നിർണായക സമയം വേണ്ടി വന്നാൽ ഞങ്ങൾ ഇടപെടേണ്ടി വന്നാൽ ഇടപെടുമെന്നാണ്. പക്ഷേ ഇടപെടാനുള്ള സ്പേസ് ഉണ്ടോ? കാരണം മാണി സാർ അല്പം റോജിൻ സംസാരിച്ചനുസരിച്ച് പോലും മാണി സാർ തിരുത്തുക എന്ന് പറയുന്നത് സാധ്യമല്ല. പിന്നെ എന്താണ് UDF ഉദ്ദേശിക്കുന്നത്? കാരണം നിർണായകമായ തെരഞ്ഞെടുപ്പാണ്, നിർണായകമായ ഒരു സീറ്റാണ്. കിരൺ, UDFനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. കോട്ടയം സീറ്റ് സിറ്റിംഗ് സീറ്റാണ്, പത്തനംതിട്ട സിറ്റിംഗ് സീറ്റാണ്, ഇടുക്കി മാത്രമാണ് കഴിഞ്ഞ തവണ പരാജയപ്പെട്ടത്. ഈ 3 സീറ്റുകളിലും കേരള കോൺഗ്രസ് പിളർന്നു പോയാൽ, അല്ലെങ്കിൽ കേരള കോൺഗ്രസ് കിരൺ തിരിച്ചു വരാം. കോട്ടയം DCC പ്രസിഡന്റ് ജോഷി ഫിലിപ്പ് ചേരുന്നു. ശ്രീ ജോഷി ഫിലിപ്പ്, മാണി സാറിന്റെ ഈ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ തൃപ്തിയാണോ അതൃപ്തിയാണോ? ഈ കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം UDFന്റെ നേതൃത്വം ഇടപെട്ട് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവും എന്നുള്ള ഉറച്ച വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. കേരളത്തിലെ UDF സംവിധാനം വളരെ കെട്ടുറപ്പോടുകൂടി തന്നെ, അതായത് ഇപ്പൊ മാണി സാർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് ഒരു പ്രശ്നമായിട്ട് തന്നെയാണ് കാണുന്നത് അല്ലേ? UDFന്റെ സംസ്ഥാന നേതൃത്വം ഇത് സംബന്ധിച്ചുള്ള എല്ലാ തീരുമാനങ്ങളും ഏറ്റവും ഉത്തരവാദിത്വത്തോടുകൂടി ഏറ്റവും ഭംഗിയായിട്ട് അത് സംബന്ധിച്ച് അന്തിമ തീരുമാനം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ഒരു പ്രതീക്ഷയും അഭിപ്രായവും. തീർച്ചയായും അല്പം മുമ്പ് വിവിധ കോൺഗ്രസ് നേതാക്കളും അഭിപ്രായം പറഞ്ഞു. പക്ഷേ ഒരു സംശയം ചോദിക്കട്ടെ, ഇപ്പൊ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പി ജെ ജോസഫ് ആയിരുന്നുവെങ്കിൽ കോൺഗ്രസ്സുകാർ വളരെ ഉഷാറായിരുന്നു. ഇപ്പൊ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ കുറിച്ച് നിങ്ങൾക്ക് ആ ഒരു ആവേശമുണ്ടോ? അല്ലല്ല, അങ്ങനെയുള്ള സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രശ്നമല്ല ഇതിനകത്തുള്ളത്. ഇത് ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ആരായാലും അത് ഇവിടെ വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുന്നതിനുള്ളൊരു അന്തരീക്ഷമുണ്ട്. അത് ഏറ്റവും വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് രാജ്യത്തിൽ. കോൺഗ്രസ് സംബന്ധിച്ചുള്ള ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പ് സിറ്റിംഗ് സീറ്റാണ് കോട്ടയം. അവിടെ ഇങ്ങനെ കേരള കോൺഗ്രസ് കൊടുത്ത സീറ്റാണ്, അവർ തീരുമാനിക്കുന്നു, അതൊക്കെ പാർട്ടിയുടെ കാര്യം. പക്ഷേ ഇത്തരം നിർണായകമായ കാലത്ത്, നിർണായകമായ തെരഞ്ഞെടുപ്പിൽ ഇത്തരം ഒരു വ്യക്തിപരമായ കളിക്ക് നിന്നു കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, UDFന്റെ നേതൃത്വം എന്ത് തീരുമാനമെടുത്താലും ആ തീരുമാനം പ്രാവർത്തികമാക്കുന്നതിനുള്ള ഒരു സംഘടനാ ശേഷി കോട്ടയത്ത് UDF സംവിധാനത്തിനുണ്ട്. ആ തീരുമാനം UDFന്റെ സംസ്ഥാന നേതൃത്വം എടുത്താൽ മതി. അതിവിടെ യാഥാർത്ഥ്യമാക്കുന്നതിനും പ്രാവർത്തികമാക്കുന്നതിനുമുള്ള സംഘടനാപരമായ ശക്തി കോട്ടയത്ത് UDFനുണ്ട്. അത് UDFന്റെ സംസ്ഥാന നേതൃത്വം നൽകുന്ന നിർദ്ദേശം അത് അക്ഷരം പ്രതി ഇവിടെ യാഥാർത്ഥ്യമാക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതായത് താങ്കൾ പറയുന്നതിന് ഞാൻ ഒന്നുകൂടി ആഴത്തിൽ വായിച്ചു കഴിഞ്ഞാൽ UDF ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് ഇല്ലെങ്കിലും അത് നടപ്പാക്കാൻ നിങ്ങൾക്ക് കഴിയും. UDFന്റെ സംസ്ഥാന നേതൃത്വം എടുക്കുന്ന ഏത് തീരുമാനവും അത് കോട്ടയത്ത് അത് അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങൾ UDFൽ ഇല്ല. യഥാർത്ഥത്തില് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് UDFന്റെ ഉന്നതരായ നേതാക്കന്മാർ തമ്മിൽ സംസാരിച്ച് അത് പരിഹരിച്ച് ആ തീരുമാനം ജില്ലാതലത്തിലുള്ള UDF സംവിധാനത്തെ അറിയിച്ചാൽ ആ തീരുമാനം ഇവിടെ ഞങ്ങൾ നടപ്പിലാക്കിയിരിക്കും. UDF നേതൃത്വം ഇപ്പോൾ പി ജെ ജോസഫുമായി സംസാരിക്കുന്നുണ്ടല്ലോ അല്ലേ? അല്ല, അതൊക്കെ UDF സംവിധാനത്തിലെ പെട്ട എല്ലാവരുമായിട്ട് സംസാരിക്കുമല്ലോ, തമ്മിൽ എല്ലാവരും സംസാരിക്കുമല്ലോ. അതൊക്കെ സംസാരിച്ചൊരു തീരുമാനത്തിലെത്തും. അല്ല, തീരുമാനത്തിലെത്തി കഴിഞ്ഞില്ലേ? സ്ഥാനാർത്ഥിയായി കഴിഞ്ഞില്ലേ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, UDF സംവിധാനത്തിലെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകും. അത് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾക്കൊക്കെ UDF നേതൃത്വം പരിഹരിക്കും. അത്തരം പ്രശ്നങ്ങളൊക്കെ അതിന് പ്രശ്നമുള്ളവരാണ് UDFന്റെ നേതൃത്വത്തിലുള്ള എല്ലാവരും തന്നെ. ഓക്കെ. ഏതായാലും നിലവിലെ പ്രശ്നമായി തന്നെ നിൽക്കുന്നു. അത് അഡ്രസ് ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതാണ് വരും മണിക്കൂറിൽ. നന്ദി സാർ പ്രതികരിച്ചതിന്. കിരൺ, കോൺഗ്രസ് നേതൃത്വം, DCC പ്രസിഡന്റ്, കോൺഗ്രസ് നേതൃത്വം ഒക്കെ അതിർത്തി ഉള്ളിലുണ്ട്. പക്ഷേ വിട്ടുപറയാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റുകയുമില്ല. എന്താണ് കോൺഗ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? കോൺഗ്രസിനെ സംബന്ധിച്ച് പി ജെ ജോസഫിനോട് ചെറിയ അനുഭവമുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാരണം UDF വിട്ട് കേരള കോൺഗ്രസ് പോയിരുന്നു. ഇടയ്ക്ക് UDF വിട്ട് പോയപ്പോൾ ഇടതുമുന്നണിയുമായി ചർച്ച നടത്തിയത് പ്രധാനമായും
കെ എം മാണിയും അദ്ദേഹത്തിന്റെ മകൻ ജോസ് കെ മാണിയുമാണ്. ആ ഘട്ടത്തിൽ ഇടതുമുന്നണിയിലേക്ക് കേരള കോൺഗ്രസ് നീങ്ങുന്ന സാഹചര്യം വന്നപ്പോൾ മറിച്ച് UDF-ലേക്ക് മടക്കി കൊണ്ടുവരാൻ വേണ്ടി കർശനമായ നിലപാടെടുത്തയാൾ പി ജെ ജോസഫാണ്. ആ പി ജെ ജോസഫ് മടക്കി കൊണ്ടുവരാൻ അതിൽ കോൺഗ്രസുകാർക്ക് സ്വാഭാവികമായി പി ജെ ജോസഫിനോട് അനുഭാവമുണ്ട്. ഇന്ന് മോൻസ് ജോസഫ് നടത്തിയ പ്രതികരണത്തിൽ അതാണ് എടുത്തു പറഞ്ഞത്. UDF-ൽ തന്നെ കേരള കോൺഗ്രസ് നിൽക്കണം എന്ന കാര്യത്തിൽ ഉറച്ച നിലപാടുള്ള വ്യക്തിയായിരുന്നു പി ജെ ജോസഫ്. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് പ്രവർത്തകരുടെ മാത്രമല്ല UDF പ്രവർത്തകരുടെ ആകെ പൊതുവികാരമാണ് പി ജെ ജോസഫ് മത്സരിക്കണം എന്നുള്ളത്. ഇതാണ് വീണ്ടും ആവർത്തിച്ച് പറയാൻ പി ജെ ജോസഫ് വിഭാഗം ആഗ്രഹിക്കുന്നത്. കോൺഗ്രസിലും ഇത് തന്നെയാണ് കോൺഗ്രസിന്റെയും ഒരു പൊതുവികാരം. പി ജെ ജോസഫിനെ പോലെ ഒരു മുതിർന്ന നേതാവ് മത്സരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ പി ജെ ജോസഫിനെ മാറ്റി പകരം തോമസ് ചാഴിക്കാടനെ സ്ഥാനാർത്ഥിയായി തീരുമാനിക്കുന്നു. ഇതിനെ അംഗീകരിക്കാൻ ഒരു കോൺഗ്രസ് നേതൃത്വത്തിന് പെട്ടെന്ന് കഴിയില്ല. പി ജെ ജോസഫിന്റെ ആവശ്യം ന്യായമാണ് എന്നൊരു തോന്നൽ പൊതുവെ UDF-ലെ മറ്റു കക്ഷികൾക്കുമുണ്ട്. ലീഗ് അടക്കമുള്ള കക്ഷികൾക്കും ഇതേ ന്യായം തന്നെയാണുള്ളത്. നേരത്തെ ഒരു രാജ്യസഭാ സീറ്റ് വന്നപ്പോൾ അത് ജോസ് കെ മാണിക്ക് വേണ്ടിയാണ്. അന്ന് ലോക്സഭ MP ആയിരുന്ന ജോസ് കെ മാണിക്ക് വേണ്ടിയാണ് ആ സീറ്റ് നൽകിയത്. അന്ന് ജോസഫ് ആ സീറ്റ് നൽകാൻ വേണ്ടി സമ്മതം അറിയിച്ചിരുന്നു. ഈ പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത് സ്വാഭാവികമായും ഇനി അടുത്ത അവസരം വരുമ്പോൾ അത് ജോസഫ് വിഭാഗത്തിന് ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു. അല്ലെങ്കിൽ അനൗപചാരികമായ ഒരു ധാരണയുടെ പുറത്തായിരുന്നു അന്ന് ജോസ് കെ മാണിയെ മറ്റ് അസ്വാരസ്യങ്ങളൊന്നുമില്ലാതെ തന്നെ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനത്തിന് അംഗീകരിച്ചത്. എന്നാൽ വീണ്ടും ജോസഫ് ഇങ്ങനെ ആവശ്യം ഉന്നയിക്കുമ്പോൾ ജോസഫിനെ അപമാനിക്കുന്ന രീതിയിലാണ് മാണിയുടെ ഭാഗത്തു നിന്നും ശ്രമം ഉണ്ടാകുന്നത്, കേരള കോൺഗ്രസ് എമ്മിന്റെ ഭാഗത്തു നിന്നും ശ്രമം ഉണ്ടാകുന്നത് എന്നാണ് കോൺഗ്രസിന്റെ ഒരു വികാരം. കോൺഗ്രസ് മറ്റൊന്നുകൂടി കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് പി ജെ ജോസഫിനെ മത്സരിപ്പിക്കാൻ കെ എം മാണിയും ജോസ് കെ മാണിയും തയ്യാറാവാത്തത് എന്നുള്ളതാണ് വിഷയം. പി ജെ ജോസഫ് മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തു വന്നാൽ ഒരു UPA സർക്കാർ രൂപം കൊണ്ടാൽ സ്വാഭാവികമായും UPA സർക്കാരിൽ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനത്തിന് അവകാശവാദം. അതായത് ജോസ് കെ മാണിക്ക് മുകളിൽ പറക്കാൻ വേണ്ട അത് തന്നെ. ശ്രീലാലിലേക്ക് വന്ന ശ്രീലാൽ ഒരു കാര്യം കൂടി, റോജിൻ സെബാസ്റ്റ്യൻ അല്പം മുമ്പ് സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഒരു പാലായിൽ നടക്കുന്ന ഇലക്ഷൻ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി ഒരു അങ്ങനെ ചില കാൽക്കുലേഷൻ കൂടി ഉണ്ട് അതിന്റെ ഭാഗത്ത്. കൃത്യമായി പറഞ്ഞാൽ അതെന്തൊക്കെയാണ് ശ്രീലാൽ? ഗോപി, അതിലേക്ക് വരുന്നതിന് മുമ്പ് മറ്റൊരു സാഹചര്യം കൂടി ഞാൻ വിശദീകരിക്കാം. അതായത് ഇപ്പോൾ കോൺഗ്രസിന് മുന്നിലുള്ള പ്രതിസന്ധി രണ്ടാണ്. ഒന്ന്, ഈ കോട്ടയം സീറ്റിൽ തർക്കമുണ്ടായാൽ ആ കോട്ടയം സീറ്റ് നഷ്ടമായാൽ അത് ഒരിക്കലും കോൺഗ്രസിനല്ല നഷ്ടമാകുന്നത്, അത് കേരള കോൺഗ്രസിനാണ് നഷ്ടമാകുന്നത്. കേരള കോൺഗ്രസ് മാണി ഉണ്ടാക്കി വെച്ച പ്രതിസന്ധി കൊണ്ട് കേരള കോൺഗ്രസിന് ആ സീറ്റ് നഷ്ടമാകുന്നു. അതൊരു ഭാഗത്ത്. മറുഭാഗത്ത് ഈ പ്രശ്നത്തിൽ കേരള കോൺഗ്രസിൽ പിളർപ്പുണ്ടാകുകയും ജോസഫ് പുറത്തു പോവുകയും ചെയ്തു കഴിഞ്ഞാൽ കോൺഗ്രസിന് വലിയൊരു നഷ്ടം വേറൊരു സ്ഥലത്തുണ്ടാകുന്നു. അത് ഇടുക്കിയിൽ. ജോസഫ് UDF-ൽ നിന്നും പുറത്തു പോയി കഴിഞ്ഞാൽ ഇടുക്കിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ ജയത്തെ അത് പ്രതികൂലമായി ബാധിക്കും എന്നുള്ളൊരു ഭയം കൂടി കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് മുന്നിൽ ഇനി ഉണ്ടാകാൻ സാധ്യതയുള്ള കെ എം മാണി വഴങ്ങിയില്ല എങ്കിൽ കോൺഗ്രസിന് മുന്നിൽ ഉള്ള ഏക പോംവഴി മാന്യമായി കേരള കോൺഗ്രസിൽ നിന്നും ജോസഫിനെ പുറത്തു കൊണ്ടുവന്ന് UDF-ലെ മറ്റൊരു ഘടകകക്ഷിയായി നിലനിർത്തുക എന്നുള്ളതാണ്. അവിടെ ചില ഉറപ്പുകൾ കോൺഗ്രസ് നേടിയെടുക്കാൻ ശ്രമിക്കും. ഞാൻ രാഷ്ട്രീയ ചർച്ചകളിലേക്ക് തിരിച്ചു വരാം. ശ്രീലാൽ ചർച്ചയിലേക്ക് തിരിച്ചു വരുന്നു. ശ്രീലാൽ പറഞ്ഞു നിർത്തിയത് കോൺഗ്രസിന്റെ ഇടപെടൽ സാധ്യതകളും ഇപ്പോഴത്തെ അവസ്ഥയുമാണ്. ശ്രീലാൽ തുറന്നോളൂ. കോട്ടയത്ത് നിന്നും നമ്മൾ ഇടുക്കിയിലേക്കാണ് ഗോപി വന്നത്. ഇടുക്കിയിൽ കോൺഗ്രസിന്റെ സീറ്റാണ് ഇടുക്കി. പി ജെ ജോസഫ് UDF-ൽ നിന്നും പുറത്തു പോയാൽ, കേരള കോൺഗ്രസുമായി പിരിഞ്ഞ് മാണിയുമായി പിരിഞ്ഞ് UDF-ൽ നിന്ന് പുറത്തു പോയാൽ അത് ഇടുക്കിയിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുടെ വിജയപരാജയത്തെ കൂടി ബാധിക്കുമെന്നൊരു ആശങ്ക കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് മുന്നിൽ ഇനിയുള്ള ഏക പോംവഴി കെ എം മാണിയെ അനുനയിപ്പിക്കാൻ സാധിച്ചില്ല എങ്കിൽ പി ജെ ജോസഫിനെ മാന്യമായി UDF-ൽ മറ്റൊരു ഘടകകക്ഷിയായി നിലനിർത്തുക എന്നുള്ളതാണ്. അവിടെ കോൺഗ്രസ് നേരിടുന്ന പ്രധാന പ്രതിസന്ധികളിലൊന്ന് പി ജെ ജോസഫിനെതിരെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരമുള്ള നടപടികൾക്ക് കെ എം മാണി നീങ്ങുമോ എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ചില ഉറപ്പുകൾ കൂടി വാങ്ങി കെ എം മാണിയുടെ ആഗ്രഹം പോലെ തന്നെ പി ജെ ജോസഫിനെ കേരള കോൺഗ്രസിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് UDF-ൽ മറ്റു ഘടകകക്ഷിയെ നിലനിർത്താനുള്ള ശ്രമങ്ങൾ ആകും ഏറ്റവും അവസാനം കോൺഗ്രസിന് ചെയ്യാൻ സാധിക്കുക. അല്ലാതെ ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി ഇപ്പോൾ ഇടപെടേണ്ട കാര്യമില്ല, അതവർ പരിഹരിക്കും എന്നാണ് കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. മാത്രമല്ല ഇവരുമായി പി ജെ ജോസഫുമായും മാണിയുമായും സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കുന്നു. പക്ഷേ ഫോർ ദ ടൈം ബീയിങ് എന്നേ അദ്ദേഹം പറയുന്നുള്ളൂ. ഇപ്പോൾ ഇടപെടേണ്ട കാര്യമില്ല എന്ന് മാത്രം. ഇടപെടേണ്ട ഘട്ടമെത്തിയാൽ ഇടപെടുന്നു. സ്വാഭാവികമായും അല്പം മുമ്പ് നമ്മൾ കേരള കോൺഗ്രസിന്റെ കണ്ണൂരിൽ നിന്ന് രാജിവെച്ച ജില്ലാ സെക്രട്ടറി സംസാരിച്ചപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ജോസഫിന്റെ ഭാഗത്തു നിന്നുള്ളൊരു നിർണായക തീരുമാനം ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. എന്താണ് പി ജെ ജോസഫ് ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ നേരത്തെ ശ്രീലാൽ പറഞ്ഞ പോലെ മാണി സാർ കൃത്യമായ അജണ്ടയോടുകൂടി തന്നെയാണ് ഈ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. അതൊന്ന് പിന്നോട്ട് പോക്ക് എന്ന് പറയുന്നത് വളരെ കുറവാണ്. പിന്നെ ഇത്രയും സാഹചര്യം ഉരുത്തിരിഞ്ഞ സ്ഥിതിക്ക് ജോസഫിന്റെ മുന്നിലുള്ള സാധ്യതകളായി ശ്രീത്ത് കാണുന്ന എന്തൊക്കെയാണ്? അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്?
ജോസഫിനും ഈ വലിയ രീതിയിലൊരു അപമാനം കൂടി ഏറ്റുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിലയുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ PJ ജോസഫിനെ സംബന്ധിച്ച് ഒപ്പമുള്ള നേതാക്കളെയും അണികളെയും കൂടി തൃപ്തിപ്പെടുത്തേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇത്തരത്തിലൊരു അപമാനം ഏറ്റുവാങ്ങിക്കൊണ്ട് വീണ്ടും ഇവിടെ തുടരുകയോ അല്ലെങ്കിൽ അതിനൊരു മറുപടി കൊടുക്കാതെ ഇരിക്കുകയോ ചെയ്യുക എന്നുള്ളത് ജോസഫിനെ സംബന്ധിച്ച് അഭികാമ്യമല്ല എന്ന് അദ്ദേഹം വിലയിരുത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയുള്ള കൂടിയാലോചനകളാണ് ഇന്നലെ രാത്രി വരെയും, രാത്രി ഏറെ വൈകി വരെയും ഈ പുറപ്പുഴയിലെ വീട്ടിൽ നടക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇന്ന് സ്വാഭാവികമായും നേതാക്കൾ ഒന്ന് തിരിച്ചു വരാം. UDF-ലെ ഇപ്പോഴത്തെ കോട്ടയം സീറ്റ് സംബന്ധിച്ച വിഷയം തന്നെയാണ് സജീവമായി നിൽക്കുന്നത്. ശ്രീത്തിലേക്ക് വീണ്ടും. ശ്രീത്ത്, അല്പം മുമ്പ് PC ജോർജ് പറഞ്ഞൊരു കാര്യമുണ്ട്. തീരുമാനമെടുക്കുന്നത് ജോസ് കെ മാണിയാണ്. അതുകൊണ്ട് തന്നെ മാണി സാർ ഒരു മൻസാറിന്റെ ഒപ്പോടുകൂടി ഒരു കത്ത് കൊണ്ട് കൊടുക്കുകയായിരുന്നു. അതൊരു ആരോപണമായിട്ട് അവിടെ കിട്ടും. എന്നിരുന്നാൽ തന്നെയും തീരുമാനം എടുത്തു കഴിഞ്ഞു. ജോസഫിന് നിൽക്കാമെങ്കിൽ നിൽക്കാം, അത് ജോസ് കെ മാണിയുടെ താഴെയായി നിൽക്കാം. അതല്ല ഇപ്പോഴത്തെ അവസ്ഥ. അങ്ങനെ തുടരാൻ ജോസഫ് തയ്യാറാകുമോ വരും മണിക്കൂറുകളിൽ? അങ്ങനെ തുടരാൻ ഒരു സാധ്യതയുമില്ല ഗോപി. എന്തായാലും ഒന്നുകിൽ UDF നേതൃത്വത്തിൻ്റെ എന്തെങ്കിലും കൃത്യമായ ഉറപ്പോടുകൂടിയുള്ള ഒരു നടപടി, അതല്ല എങ്കിൽ പിളർപ്പ് എന്നത് നിലയിലേക്ക് മാത്രമായിരിക്കും കാര്യങ്ങൾ പോകുക. പിളർപ്പിൻ്റെ സൂചനകൾ തന്നെയാണ് ഈ രാജികൾ എന്ന് പറയാതെ വയ്യ. കാരണം ജോസഫിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരാണ് രാജിവെച്ച് പിന്മാറുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും ഒരുപക്ഷെ കൂടിയാലോചനകൾക്ക് ശേഷം മാത്രമേ ഒരു തീരുമാനം എടുക്കൂ എന്ന് മാത്രമാണ് PJ ജോസഫ് വ്യക്തമാക്കുന്നത്. നേരത്തെ PK കുഞ്ഞാലിക്കുട്ടി പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഫോണിൽ കൂടിയുള്ള ആലോചനകൾ വ്യാപകമായി ചർച്ചകളും മറ്റും നടന്നു വരുന്നുണ്ട്. എന്തായാലും PJ ജോസഫ് ഉച്ചയ്ക്ക് ശേഷം ഒരു നിലപാട് പറഞ്ഞേക്കും എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും രാവിലെ തന്നെ ജോസഫിൻ്റെ വീടിൻ്റെ പരിസരം നിറയെ വിവിധ നേതാക്കളെ, വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തിയ നേതാക്കൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അവർ ജോസഫുമായി ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ മോൻസ് ജോസഫിനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ ആരും തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടില്ല. പക്ഷേ അത് ഇന്നലെ തന്നെ ആ ഘട്ടത്തിലുള്ള പ്രതികരണം കൂടി നമ്മുടെ കയ്യിൽ